നമസ്തേ ദിലീപേട്ട, നമ്മുടെ കോമഡി ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. വിളിച്ചതിൽ വലിയ സന്തോഷം. താങ്ക് യു ദിലീപേട്ട. എന്താണ്? അല്ല, അതങ്ങനെയാണ്. കാരണം എനിക്ക് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ റോസപ്പൂവൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നാണ് പ്രതീക്ഷിച്ചത്. അത് ഞാൻ തരാന്ന് പറഞ്ഞതാ, പക്ഷെ സുരാജേട്ടൻ ഒരേ നിർബന്ധം, സുരാജേട്ടൻ തന്നെ തരണം എന്ന്. ഓഹോ, അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാനിത് ഇവിടെ കൊടുക്കുകയാണ്. താങ്ക് യു. പിന്നെ ഈ പുതിയ ഷോയ്ക്ക് ഇതിന്റെ പേര് പറയേണ്ടതും ദിലീപേട്ടൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് പറയേണ്ടത്. ഒരു മിനിറ്റ് കേട്ടോ. ശരിക്കും ഈ ഷോയുടെ പേരെന്താ? ഞാനതെല്ലാം നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അല്ല, ശരിക്കും കോമഡി സ്റ്റാർ വിത്ത് കോമഡി നൈറ്റ് വിത്ത് സുരാജ്. ഇതിന്റെ പേര്. നേരത്തെ എന്തായിരുന്നു? വേറെ സ്ഥലത്ത് പോയി ചെയ്തില്ലേ? സൂപ്പർ നൈറ്റ് വിത്ത് സുരാജ്. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നില്ല കോമഡി? തകർപ്പൻ കോമഡി. അത് വേറെ ചാനൽ. ഒന്നും വിടരുത്. ഒന്നും വിടരുതെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ആക്കിയതാണ്. പക്ഷെ നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കാം. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ ഒരുമിച്ച് വേറൊരു ഷോയും ചെയ്തിരുന്നില്ലേ? ഇല്ല, പിന്നീട് ചെയ്തില്ല. അല്ല, ഇതിന് മുമ്പ് ചെയ്തു. നമ്മൾ പറയുന്നൊക്കെ അവിടെ കേൾക്കുന്നു. അത് എനിക്കറിയില്ലായിരുന്നു. തമ്മിൽ പയ്യെ പറഞ്ഞ പറൂരിയേക്കെന്ന് പറഞ്ഞ ഒരുത്തരവസ്ഥ. ഞാൻ വിചാരിച്ചു ഞാൻ സ്വകാര്യം പറയാനാണ് വിളിച്ചത്. ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത് വൈഫിനറിയോ? അങ്ങനെയൊന്നുമില്ല. അതെ, ഓക്കെ. അപ്പം ഇത് കോമഡി നൈറ്റ് വിത്ത് സുരാജ്. ഞാൻ ഫിക്സ് ചെയ്തു. ഇനി വേറെ ചാനലൊന്നും പോരുത്. പ്രിയപ്പെട്ടവരെ, പുതിയ ഷോ സുരാജും അശ്വതിയും ചേർന്ന് കോമഡി നൈറ്റ് വിത്ത് സുരാജ് എന്ന പ്രോഗ്രാം സർവശക്തൻ്റെ അനുഗ്രഹത്തോടെ ഗംഭീരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടങ്ങുന്ന എല്ലാ ഷോയും ഹിറ്റാക്കുന്ന സുരാജിനോടൊപ്പം ഈ വേദിയിൽ വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയും. കോമഡി നൈറ്റ് വിത്ത് സുരാജ് കത്തിക്കുന്ന ഒന്നാമത് നമ്മുടെ ബെസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഇടയിൽ ഇമ്പാരി സാധനത്തിൻ്റെ അടിയിൽ കൊടുത്തു നിർത്തണം. ഞാൻ വിചാരിച്ചു ഇതൊക്കെ വന്ന് തലയിലേക്ക് വീണ് ഉദ്ഘാടനത്തിന് ഒന്നാളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ നിറവിലാണ്. ഷോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്.